ഇപ്പൊ കന്യാമറിയം പ്രസവിച്ചു എന്ന് പറയുന്നു ഭർത്താവില്ലാണ്ട്, അത് ശരിയാണോ? 100%. അതായത് സ്പേം ഇല്ലാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രസവിക്കാം? പ്രസവിക്കാം. അതുകൊണ്ടല്ലേ ദൈവത്തിനെ നമ്മൾ സർവശക്തി എന്ന് വിളിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ ജന്മം ഒരു ജഡികമായ രീതിയിലുള്ളതല്ലല്ലോ, അത് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ ഒരു ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ഭർത്താവൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഗർഭിണിയായത് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നത്തെ കാലത്ത് അതെ, ഇന്നത്തെ കാലം അന്നത്തെ കാലം ഞാൻ എന്തിനത് വിശ്വസിക്കുന്നത്? അതെ, അതെന്തിനാ ഞാൻ വിശ്വസിക്കുന്നത്? പുതിയൊരു ദൈവം ഉണ്ടായിക്കൂടെ? അല്ല, ഞാനത് എന്തിനു വിശ്വസിക്കുന്നു? പുതിയൊരു ദൈവത്തെ വിശ്വസിക്കുന്നു. അന്ന് കന്യാമറിയം ഒന്ന് പറയാണ് അതെ ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചു. ഇന്ന് നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ഞാൻ ഗർഭിണിയായി, നിങ്ങളല്ല കേട്ടോ. കന്യാമറിയം ആരോട് വന്നിട്ട് ഗർഭിണിയായി എവിടെയെങ്കിലോ പറഞ്ഞല്ലോ. എന്തായാലും കുറെ ആൾക്കാർ സമ്മാനമൊക്കെ ആയിട്ട് വന്നില്ലേ നമ്മളിവിടെ ക്രിസ്മസിന് കിളിക്കൂടൊക്കെ അപ്പൊ ഞാൻ ചോദിക്കണതാണ്, ഇപ്പൊ നിങ്ങളെ ഭാര്യ പറയാണ് ഞാനിതേ നിങ്ങളെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ഗർഭിണിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഞാൻ എന്തിനു വിശ്വസിക്കുന്നത്? അതെന്തേ? എന്തിന്? എന്റെ ആവശ്യം, അതിന്റെ ആവശ്യം എന്താ എനിക്ക്? അല്ല, അതെന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞാൻ അതെന്ത് അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരാൾ വന്ന് ഗർഭിണിയായോ എന്തിന് ഞാൻ നോക്കുന്നേ? അപ്പൊ നിങ്ങൾ എന്തിനാ അന്ന് ഈ പറയുന്ന കന്യാമറിയം പറയുമ്പോൾ അത് വിശ്വസിക്കണം? അത് ഇതേപോലെ ആരെങ്കിലും രാത്രി വന്ന് വെടിവെച്ച് പോയതായിക്കൂടെ? അല്ലല്ലോ, അത് ദൈവികമായിട്ട് കൃത്യമായിട്ട് ദൈവവചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത്. അതിപ്പോ ഇന്നിപ്പോ ഒരാൾക്ക് എഴുതി വെച്ചൂടെ അതെ ഞാൻ ഇങ്ങനെ ഗർഭിണിയായത്, ഞാൻ കണ്ടു വെള്ളം ഉടുപ്പെട്ട ഒരാൾ വരുന്നു എന്നിട്ട് തുല്യമായ ഇതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തുല്യമായ ദൈവവചനം കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒരു സംഭവം അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ അതായത് അപ്പൊ ഇന്നിപ്പോ ഇത് എഴുതി വെച്ചിട്ട് അടുത്ത ദിവസം അത് സംഭവിച്ചാൽ ഞങ്ങൾ ഓക്കെ എന്ന് പറയും? ബൈബിളിനകത്ത് എഴുതി വെച്ച ഓരോ കാര്യങ്ങൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ഈ സമയം വരെ സംഭവിച്ച കാര്യങ്ങൾ. അതേപോലെ ഇനിയിപ്പോ ഒരു പെണ്ണ് അങ്ങനെ എഴുതി വെച്ചിട്ട് അത് അങ്ങനെ ഗർഭിണി ആയാൽ അങ്ങനെ എഴുതി വെച്ചിട്ട് ഇതങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ ഊഹങ്ങളാണല്ലോ. അതിങ്ങനെ യാഥാർത്ഥ്യം അല്ലാണ്ടാവോ? അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരാൾ ഗർഭിണിയായ ഗർഭിണി അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു പെണ്ണ് ഗർഭിണി ഒരു ഊഹക്കഥ പറയുന്നല്ലേ ഈ ബൈബിളും ഇത് ബന്ധപ്പെട്ടതൊക്കെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളല്ലേ? അതെങ്ങനെ യാഥാർത്ഥ്യമാവുന്നത്? യാഥാർത്ഥ്യമാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത് നിങ്ങൾ ഈ അത് വിശ്വസിക്കുമെങ്കിൽ ഇതെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ഭാര്യ പെട്ടെന്ന് അതും ഇതും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കില്ല.